ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. സോ ഇന്നലെ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ സാറ്റർഡേ വർക്ക് റുട്ടീൻ. സോ ഇന്ന് സൺഡേ ആണ്. ആൻഡ് ഞാനിപ്പം എന്താ പറയുക, എൻ്റെ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കാൻ പോവാണ്. സോ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇപ്പം ഞാൻ എന്താ പറയുക, ഇന്നലെ കുളിക്കണം എന്ന് വിചാരിച്ചു. ബട്ട് ഇന്നലെ ടൂ ടയർഡായിരുന്നു. എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ ദാ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ തേക്കുക. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ വീഴും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഇന്നലെ ഞാൻ വർക്കിന് പോകുമ്പോൾ ഇട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ തലയിൽ എണ്ണ തേക്കാൻ പോവുകയാണ്. സോ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ മുടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ്സ് റിയലി ഓയിലി ഓൾറെഡി. സോ ഇന്ന് ഹെയർ വാഷ് ഡേ ആണ്. ആക്ച്വലി ഇന്നലെ തന്നെ ആയിരുന്നു, ബട്ട് ടുഡേ വി ആർ ഗോയിങ് ടു ഓയിൽ മൈ ഹെയർ. ഞാൻ എന്തിനെപ്പോഴും വി എന്ന് പറയുന്നത്? ടുഡേ ഐ എം ഗോയിങ് ടു ഓയിൽ മൈ ഹെയർ. ഓക്കെ, അപ്പം നമ്മൾ ഓയിൽ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും നന്നായിട്ട് തല മസാജ് ചെയ്യണം. നമ്മൾ സ്കാൽപ്പ് കറൻ്റ്ലി അറ്റ് റെസ്റ്റ്. അപ്പോൾ സ്കാൽപ്പിന് നമ്മളൊന്ന് മസാജ് ചെയ്ത് ഉണർത്തണം. എന്നിട്ട് ആക്ച്വലി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് സ്കാൽപ്പിനെ. എന്നിട്ട് നമ്മൾ എണ്ണ തേക്കുമ്പോഴത്തേന് അത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സോ ഐ എം ജസ്റ്റ് ഫോളോയിങ് ദാറ്റ്. ഡിങ് 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 ഡിങ്. ഓക്കെ, അപ്പം ഞാൻ എണ്ണ ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി, ചെറുതായിട്ട് ചൂടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇളം ചൂട് ആക്കി. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചറിൽ എപ്പോഴും അത് ഇങ്ങനെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, കോക്കനട്ട് ഓയിലായതുകൊണ്ട്. സോ അതുകൊണ്ടൊന്ന് ചെറുതായി ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് ഞാൻ തലയിൽ സെക്ഷൻ ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്കിപ്പോൾ ഇതൊരു ശീലമായി. എനിക്ക് ഇങ്ങനെ അല്ലാതെ വർഷങ്ങളായിട്ടുള്ളൊരു രീതിയാണ്. പണ്ടൊക്കെ നമ്മൾ ഞാനിങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ലൈക്ക് സ്കാൽപ്പിൽ കൂടെ ഇങ്ങനെ ഓടിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അല്ല, കുറേ വർഷങ്ങളായിട്ട്. ഐ തിങ്ക് അറൗണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ പഠിക്കാൻ തുടങ്ങിയ മുതൽ ഇങ്ങനെയാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഞാൻ 2014, 10 ഇയേഴ്സായിട്ട് ഉള്ള ശീലം. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ എണ്ണ തേക്കാറുള്ളൂ. ഇനി ഈ സൈഡ് ഫുൾ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഓയിലിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മുടി ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് വേറെ ലൈക്ക് മുടി നമ്മുടെ പോവാതിരിക്കാനും ഇൻടാക്റ്റായിട്ട് ഇരിക്കാനും ഒക്കെ എണ്ണ തേച്ചിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യാറ്. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോണിറ്റെയിലോ അങ്ങനെ എന്തെങ്കിലും നോർമൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും, ബണ്ണ് പോലെയൊക്കെ കിട്ടും. പക്ഷെ ഇപ്പം ഞാൻ പോണിറ്റെയിൽ ഒന്ന് മാറ്റി പിടിച്ച് മുടി ബ്രെയ്ഡ് ചെയ്യാൻ തുടങ്ങി. സോ ബേസിക്കലി മുടി ബ്രെയ്ഡ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടി, നീളമൊന്നും ഇല്ലല്ലോ, ഷോർട്ട് ഹെയർ അല്ലേ, ഷോർട്ട് ആൻഡ് തിൻ. സോ ദിസ് ഈസ് മൈ ആഫ്റ്റർ ഓയിലിംഗ് ഹെയർ സ്റ്റൈൽ ഓൺലി അറ്റ് ഹോം. പുറത്തേക്ക് ഒരിക്കലില്ല. സോ ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഞാൻ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തു. സോ ടുഡേ ഐ ഫീൽ ലിറ്റിൽ ബിറ്റ് മോർ പ്രൊഡക്റ്റീവ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റഡീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നെക്സ്റ്റ് മന്ത് അറൗണ്ട് ഈ ഒരു ടൈമിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇപ്പോൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ജോലിയും പഠിത്തമൊക്കെ കൂടി ബാലൻസ് ചെയ്ത് പോകണം. കാരണം അല്ലെങ്കിൽ നോർമലി എക്സാം ടൈമിൽ ഞാൻ ജോലി നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ടൈമിൽ എക്സാംസിൽ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ആ റിസ്ക് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം വൺസ് ജോലി വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുമെന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വി നീഡ് മോർ ടൈം ടു പ്രിപ്പയർ. അപ്പം ഉള്ള ദിവസങ്ങൾ, ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ, ഐ തോട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 1 or 2 hours പഠിക്കാതിരിക്കാം. 1 or 2 hours എന്നൊക്കെ വിചാരിക്കെങ്കിലും അത്രയൊന്നും എനിക്ക്
ഫോക്കസ് കിട്ടാറില്ല. സോ ടുഡേ ഐ എം ഫീലിംഗ് എ ബിറ്റ് മോർ മോട്ടിവേറ്റഡ് ടു സ്റ്റഡി. സോ ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയായിരുന്നു. പ്ലസ് അസൈൻമെൻറ്റ്സ് ഉണ്ട് നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാനും. 2-3 അസൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പം അതൊക്കെ അതും പഠിത്തവും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നെറ്റ്ഫ്ലിക്സ് നടക്കുന്നുണ്ട്. എല്ലാം കൂടി ഞാനൊരു മൾട്ടി ടാസ്കറാന്നുള്ളൊരു സത്യം ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യാറ്. ബട്ട് ഐ ലൈക്ക് ഡൂയിങ് ദാറ്റ്. ഞാൻ കുറച്ച് നെറ്റ്ഫ്ലിക്സ് കാണും, എന്നിട്ട് ഞാൻ നിർത്തും, എന്നിട്ട് ഞാൻ വിചാരിക്കും ഇത്ര പോർഷൻ നോക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഭാഗം കാണാം. അപ്പം പഠിക്കാൻ ഒരു മോട്ടീവാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാണാം എന്നുള്ളത്. ഐ നോ ഇറ്റ്സ് വിയേർഡ്, ബട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പഠിച്ചെടുക്കുന്നത്. സോ യാ, കുറച്ച് നേരം പഠിക്കട്ടെ. സോ ഇപ്പോൾ ഏകദേശം 1 മണിയായി, 1 മണി കഴിഞ്ഞു. സോ ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ ചിക്കൻ നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ചിക്കൻ ഓവനിൽ വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം മാരിനേറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. സോ ഞാനത് എൻ്റെ അവൻ പ്രീ ഹീറ്റിൽ വെച്ചിട്ട് 10 minutes ആയി. സോ ഇനി അത് ചിക്കൻ അതിനകത്തോട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ മാരിനേറ്റഡ് ചിക്കൻ കണ്ടു. കുറച്ച് മസാലകൾ, കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറവുണ്ട്, പക്ഷേ എനിക്ക് അതൊക്കെ മതി. ഐ ആം വെരി സിമ്പിൾ ഗേൾ. സോ നമ്മൾ ഈ ഗ്രില്ലിൻ്റെ മീതേക്കാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനെ ഉള്ളിലോട്ട് പുഷ് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, സംഭവം സെറ്റ്. സോ എന്താണ്, ചിക്കൻ നമ്മൾ അവനിൽ വെച്ചിട്ടുണ്ട്. അതെന്തായാലും റെഡി ആവാൻ 20-25 minutes എന്തായാലും എടുക്കും. സോ ഞാൻ വിചാരിച്ചു ആ ടൈമിൽ എന്തായാലും ഇനിയിപ്പോൾ പഠിക്കാൻ ആ ടൈമിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ തോട്ട് ഓഫ് ക്ലീനിങ് ദ ഹൗസ്. കാരണം 1 വീക്കായി ഞാൻ പ്രോപ്പറായിട്ട് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. സോ ആസ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച 4 ദിവസം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ക്ലാസ്സും. അങ്ങനെ എനിക്ക് വീടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഓഫ് ക്ലീനിങ് ദ ഹൗസ് റൈറ്റ് നൗ. അപ്പം ജസ്റ്റ് ബ്രൂം ചെയ്തിട്ട് തുടയ്ക്കണം. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ വീട് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് എത്രത്തോളം എൻ്റെ മുടി തലയേക്കാളും കൂടുതൽ മുടി നിലത്താണെന്നുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരാം, ഞാൻ അടിച്ച് വാരിയിട്ട്. സോ ടു ഷോ യു, ഐ നോ ഇറ്റ്സ് ഗ്രോസ്, ബട്ട് ലുക്ക് അറ്റ് ദ ഹെയർ ഫോൾ. This is the hair I have on my house. I don't know, I think ഒരു 3-4 ഡേയ്സിൽ ഉണ്ടായ ഹെയർ ഫോൾ ആണ്. കാരണം 3 days മുന്നെയാണ് ഞാൻ ലാസ്റ്റ് ബ്രൂം ചെയ്തത്. സോ യാ, സോ ഇപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഹോം മെയ്ഡ് ഹെയർ സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യുകയാണ്. കാരണം ഞാൻ ലാസ്റ്റ് വീക്കാണ് എൻ്റെ ഹെയർ സ്ക്രബ്ബ് ചെയ്തത്. സോ ഇറ്റ്സ് ഹൈ ടൈം, ഓൾറെഡി ടൈമായി എനിക്ക് സ്ക്രബ്ബ് ചെയ്യാൻ. ഐ ക്യാൻ ഫീൽ ദാറ്റ്. സോ അതിനെന്താണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഹെയർ ഓയിൽ, നോർമൽ ഹെയർ ഓയിലിലേക്ക് 2-3 സ്പൂൺസ് ഞാൻ ഷുഗർ ആഡ് ചെയ്തു. നോർമലി കുറച്ചും കൂടി തിക്ക് ഗ്രാനുവൽസ് ഉള്ള ഷുഗർ ആണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ്. അതിലേക്ക് എൻ്റെ ചോയ്സിലുള്ള ഷാംപൂ ഞാൻ ആഡ് ചെയ്തു. അത് കുറച്ചധികം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഓയിലും ഷാമ്പൂവും കൂടി ഒരു ബാലൻസ് ഔട്ടാവും. ആൻഡ് ഐ എം മിക്സിങ് ഇറ്റ് വിത്ത് മൈ ഓൺ ഫിംഗേഴ്സ്, ബിക്കോസ് എൻ്റെ മറ്റേ കയ്യിൽ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നത്. യു ക്യാൻ മിക്സ് ഇറ്റ് വിത്ത് എ സ്പൂൺ ഓർ ഫോർക്ക്. അത് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ട് യു ക്യാൻ സ്ക്രബ്. ഗൈസ്, ഇതിൻ്റെ ഇടയിലൊരു ചെറുതായിട്ട് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാർജ് കുത്തി വെച്ചു. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ കുളിച്ചു. അപ്പോൾ കുളി കഴിഞ്ഞ് നല്ല ഫ്രഷ്, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി കിച്ചണിൽ കിച്ചൺ ഒന്ന് അടക്കി ഒതുക്കി വെക്കണം. പാത്രങ്ങൾ കഴുകിയതൊക്കെ ഒന്ന് ലൈക്ക് ഡ്രൈ ആയതും അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം.
ഉറങ്ങുന്നതിന് മുന്നേ. ആഗ്രഹമുണ്ട്, പക്ഷേ ചിലപ്പം ചെയ്യും, ചിലപ്പം ചെയ്യില്ല. സോ യാ, അപ്പോൾ ബേസിക്കലി ഇപ്പം എനിക്ക് ആക്ച്വലി ഒരു സോങ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മൂഡിലാണ്. കാരണം ഞാൻ കുളിച്ച് നല്ല വൃത്തിക്കൊക്കെ ഇരിക്കുമ്പോഴാണ് സോങ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു മൂഡ് വരുള്ളൂ. അപ്പോൾ ഐ തോട്ട് ഓഫ് ജസ്റ്റ് റെക്കോർഡിങ് എ സോങ്. क्यों याद करती हो, मिटती हो, बनती हो, मुझको तो लाया ये कहा, बेनाम रिश्ता वो बेचैन करता जो, हो न सके जो बयां दरमियां 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 दरमियां, कुछ तो था तेरे मेरे दरमियां है. ഇന്നത്തെ ദിവസം ആസ് എ ഹോൾ എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഐ ഹാവ് നോ സ്പെസിഫിക് ആൻസർ. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. ക്ലീൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ ക്ലീൻ ചെയ്തിട്ടില്ല. അസൈൻമെൻറ്റ് മുഴുമിച്ചോ എന്ന് ചോദിച്ചാൽ മുഴുമിച്ചിട്ടില്ല. എന്നാൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ട് തീർത്തോ എന്ന് ചോദിച്ചാൽ അതും തീർത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നന്നായി ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു, പക്ഷെ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ ചിക്കൻ ഞാൻ കുക്ക് ചെയ്തത് കുറച്ച് എന്താ ഉള്ള് കറക്റ്റായിട്ട് മീറ്റ് വെന്തിട്ടില്ലാത്ത പോലെ തോന്നി. സോ അത് വീണ്ടും ചൂടാക്കാൻ വെച്ചു. സോ ബേസിക്കലി ഞാൻ വെറും കേർഡ് റൈസ് മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ചെയ്തു, ബട്ട് ഒരെണ്ണം ഒന്നും മുഴുമിച്ചിട്ടില്ല. മുഴുമിച്ചത് വെറും എൻ്റെ കുളി, എൻ്റെ മുടി ഉണക്കി. സോ യാ, ഞാൻ ഇന്നാണ് ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത്. സോ ദ ഫസ്റ്റ് ഡേയ്സ് ആർ ഓൾവേസ് എ ഫെയിലിയർ, ഐ ഗെസ്. സോ ആദ്യത്തെ ദിവസം കുറച്ച് പഠിക്കും, പിന്നെ കുറച്ച് ഭയങ്കര ഡൈവേർട്ടഡ് ആയി പോവുകയാണ്. സോ അതാണ് മെയിൻ റീസൺ. പഠിക്കാനിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ തോന്നും, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്ക് ചെയ്യാൻ തോന്നും, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുളിക്കാൻ തോന്നും, പലതും. സോ ബേസിക്കലി അതായിരുന്നു എൻ്റെ ഹോൾ ഡേ. സോ ഇപ്പോൾ സമയം 11:30 ഇപ്പോഴാണ് എനിക്ക് ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മൂഡ് വന്നിട്ട് ഞാൻ കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സോ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും 1-2 കോൺസെപ്റ്റ്സും കൂടി പഠിച്ചിട്ട് ഞാൻ കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രാത്രി 11:30-ക്കാണ് വെളിപാട് വന്നത്. അതായത് ഇന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് ടോപ്പിക്സിൽ കവർ ചെയ്തൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ അൺപ്രൊഡക്റ്റീവ് ഡേ ഫോർ മീ എന്നുള്ളൊരു ഗിൽഡ് എനിക്കുണ്ടാവും. അത് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു സൺഡേ ഇതായിരുന്നു എൻ്റെ പരിപാടികൾ. ജസ്റ്റ് കുറച്ച് എന്തൊക്കെയൊക്കെയോ ഞാൻ ചെയ്തു, അത്ര തന്നെ. യാ, സോ ഇറ്റ്സ് എ മെസ്സി സൺഡേ ഫോർ മീ, ബട്ട് ഐ എം ട്രൈയിങ് ടു പുഷ് മൈസെൽഫ്. ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ വിഷ് മീ ലക്ക്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്, മോസ്റ്റ് പ്രോബബ്ലി the next weekend. Appo stay tuned and yeah, I'll be back. Bye bye, I love you.